ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, ചുമ്മാ വേണമെങ്കിൽ കണ്ടിരിക്കാന്നുള്ളൂ. ഒരു കൊച്ചു പടം, വലിയ കഥയിൽ വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. ഫാമിലിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. കോമഡി അത്യാവശ്യം നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ബേസ് ആണ്, പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. നല്ല പടം, സൂപ്പർ പടം. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്, കോമഡിയാണ്. ലാഗും കാര്യങ്ങളും ഒത്തിരി ഉണ്ടെങ്കിലും കണ്ടിരിക്കാം. നല്ല പടം. ജിമാൻ്റെ അത്യാവശ്യം കോമഡികളുണ്ട്. വലിയ കോമഡി അങ്ങനെയല്ല, എന്നാലും അത്യാവശ്യം കോമഡിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, കണ്ടിരിക്കാം. അതാണ് ഫുൾ തുണ്ടുവെപ്പും എക്സാം ആ ഒരു സെറ്റപ്പ് തന്നെയാണ് പടം പോകുന്നത്. കുറച്ച് കുഴപ്പമില്ല, കോമഡി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇല്ല, വിജുമാൻ്റെ സീൻ കൊള്ളാം. ഓക്കെ, നല്ല പടം, കുഴപ്പമില്ല. അത്യാവശ്യം കോമഡിയുള്ള സിനിമ, ഭയങ്കര വൈബ് കൊടുക്കാനുള്ളതൊന്നുമില്ല. നല്ല അത്യാവശ്യം നോർമൽ പടം, കുഴപ്പമില്ല. പറ്റുന്നുണ്ട്. നല്ലതാ. ബിജു മേനോനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഓവറോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫണ്ണാണ്, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ബോറടി ഒന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാം. അതൊക്കെ തന്നെയാണ് ജയിക്കണം, എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതാണ്, രസമുണ്ട് കാണാൻ. പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു തുണ്ടുവെപ്പിൻ്റെ ഇതും പിന്നെ പോലീസിൻ്റെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് വരുമ്പോൾ അതിൽ തുണ്ടുവയ്ക്കുന്നതും അത് പുതിയതായിട്ട് ഒരു സിനിമയിൽ കാണുന്ന ഒരു ഇതാണ്. ഫസ്റ്റ് ഹാഫിനെക്കാട്ട് സെക്കൻഡ് ഹാഫൊക്കെ കുഴപ്പമില്ല, വെറുതെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതും അങ്ങനെയൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. വൈസ് നോക്കുകയാണെങ്കിൽ ഒട്ടും പോരുന്ന പടം. കാരണം ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടില്ല. നമ്മൾ ലോജിക്കൽ എന്നൊരു സംഭവം കൂടെ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ചിരിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറൈറ്റി ഉണ്ട്. പക്ഷേ ചിരിയും അത്ര വലിയൊരു ചിരിയാണോ എന്ന് വെച്ചാൽ അല്ല, ഒരു ആവറേജ് പടം. ആ രീതിയിൽ എനിക്ക് കാണാൻ തോന്നുന്നുള്ളൂ. അത് തുണ്ടെന്ന് പറഞ്ഞൊരു ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ പോലും അത് തന്നെയാണ് പടം ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും അതിലും വലിയൊരു കോമഡി ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മൾ കുറേ പിടിക്കപ്പെടുന്നില്ല എന്നുള്ള തുണ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ലോജിക്കലി നോക്കുകയാണെങ്കിൽ അതൊക്കെ ബൈ ചാൻസും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു പടം കണ്ടുകൊണ്ടിരിക്കാം, ഒരു ആവറേജ്. 2 മണിക്കൂർ സത്യം പറഞ്ഞാൽ ഒരു സിനിമ എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇതിലെ ലോജിക്ക് എനിക്ക് ഇതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് വരാൻ പറ്റുന്നില്ല. കാരണം ഈ തുണ്ട് വെച്ച് പരീക്ഷ എഴുതി, ഇപ്പോൾ സിനിമയിലെ ടൈറ്റിൽ തന്നെ തുണ്ടെന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തുണ്ട്, അപ്പോൾ ഞാൻ എന്നാലും വിചാരിച്ച ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ തുണ്ടിനെ പ്രൊമോട്ട് ചെയ്താൽ പഠിച്ചെഴുതുന്നതിന് എന്തെങ്കിലും, ഇത് പഠിച്ചെഴുതുന്നവർക്ക് ഒരു വിലയില്ല, തുണ്ട് വെച്ച് എഴുതുന്നവർക്ക് എന്തും ആവാന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ തന്നെ ഈ സിനിമ നിർത്തുന്നത്. അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നമ്മളൊക്കെ ഇപ്പോഴും പഠിച്ച് എഴുതുന്നു കിട്ടുന്നില്ല, വർഷങ്ങളായിട്ട് പഠിച്ചെഴുതിയിട്ട് PSC കിട്ടുന്നില്ല പലർക്കും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വീണ്ടും ഇത് തുണ്ട് വെച്ച് ഒരു എളുപ്പ വഴിയായിട്ട് ഒരാളെപ്പോലും, നിങ്ങൾ പഠിച്ചെഴുതുന്ന ഒരാളെപ്പോലും ഈ സിനിമ കണ്ടിട്ട് എന്നാൽ പിന്നെ തുണ്ട് വെച്ച് എഴുതിയാലോ എന്നുള്ളൊരു ചിന്ത വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം അങ്ങനെ ഇത് ഒരുമാതിരി ഡീപ്രൊമോട്ട് ചെയ്ത പോലെ ആയിപ്പോയി. പിന്നെ വേറൊരു ആംഗിളിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇത് ഇവർ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ട്രോൾ ചെയ്താണോ, ഇല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് മുകളിലോട്ടുള്ള പരീക്ഷ എഴുതാൻ അവർക്ക് ഇങ്ങനെയൊക്കെയാണോ എഴുതുന്നത്, ഇങ്ങനെ തുണ്ടൊക്കെ വെച്ച്. കാരണം ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ബുക്കൊക്കെ വെച്ചാണ് കൊണ്ടുവച്ച് എഴുതണമെന്നൊക്കെ. ഇനി നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയാണോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇവർ ട്രോൾ ചെയ്താണ് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇങ്ങനെ ഈ തുണ്ട് വെച്ച് എഴുതുന്നതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത്. ക്ലൈമാക്സിലെങ്കിലും അത് മാറ്റായിരുന്നു. എനിക്കത് ബേസിക്കലി അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ ഒരു ഇതിനോട് തുണ്ട് ഇപ്പം ഞാൻ തുണ്ട് വെച്ച് എഴുതിയിട്ടില്ല. തുണ്ട് കാണാറുണ്ട്, പക്ഷെ വെച്ച് പരീക്ഷ എഴുതാറില്ല. കുഴപ്പമില്ല. ഇപ്പോൾ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ പരീക്ഷയ്ക്ക് തുണ്ട് വയ്ക്കുന്നതാണ് മെയിൻ വിഷയം. അത് പോലീസുകാർ വയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അതാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബിജു മേനോൻ കൊള്ളാം. ആകെ മൊത്തത്തിൽ ബിജു മേനോനാണ് സിനിമയെ കൊണ്ടുപോകുന്നത്, മെയിൻ ലീഡ് റോള്. പിന്നെ നമ്മുടെ ഗോകുലിന് നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. പുള്ളി കുറച്ച് നമുക്ക് കാണുമ്പം കുറച്ചൊരു ഇമോഷണൽ സീനായാലും അല്ലാതെയൊക്കെ പുള്ളി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ബൈജു ഉണ്ട്, റാഫി ഉണ്ട്, കോട്ടയം നസീറുണ്ട്. സിനിമ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലീസുകാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. അതിൽ ഒരു രസത്തിന് വേണ്ടി എക്സാമിൽ തുണ്ട് വയ്ക്കുന്ന കാര്യമൊക്കെ കാണിച്ചു. പിന്നെ തുണ്ട് വയ്ക്കുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ് ആയാലും ബിജു മേനോൻ എക്സാമിന് തുണ്ട് വയ്ക്കുന്ന ആ ഒരു സീനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സിനിമ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ 2 മണിക്കൂറേ ഉള്ളൂ, നമുക്ക് വെറുതെ കണ്ടിരിക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ് വണ്ണാണ്, ഭയങ്കര സംഭവമല്ല, എന്നാൽ തീർത്തും മോശമല്ല. അവിടെ ചില കുറവുകളുള്ളതായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഒരു ഓക്കെ വൺ, ഒരു ആവറേജ് വൺ എന്നൊരു ഫീലാണ്.